സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഭാര്യയും ഭർത്താവും അതോട് ഒന്നിച്ചു തന്നെ കർത്താവും കൂടെ ചേരുമ്പോൾ, വലിയവനാകുന്ന ദൈവവും കൂടെ ചേരുമ്പോഴാകുന്നു ആ ബന്ധം ദൃഢമായി തീരുന്നത്. യേശു അവരുടെ നടുവിൽ വരുമ്പോഴാകുന്നു ആ ബന്ധം ദൃഢമായി തീരുന്നത്. പകരം അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ പിശാച് കയറുകയാണെങ്കിൽ ആ ബന്ധം തകരുവാൻ ഇടവരും. ഒരു ദേഹമാക്കി തീർക്കുക, ഭാര്യയും ഭർത്താവിനെയും ഒരു ദേഹമാക്കി തീർക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ പിശാചിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരെ തകർത്ത് പിരിച്ചുവിടുക എന്നുള്ളതാണ്. ഇവരെ 2 ദിശയിലേക്ക് തിരിച്ചുവിടുക, ഇവരെ പിരിച്ചുവിടുക, ഇവരെ ഒന്നാക്കരുത്. ഒന്നാക്കി കഴിഞ്ഞാൽ, ഇവരൊരു ദേഹമായി കഴിഞ്ഞാൽ, ഇവരൊരുമിച്ച് ചലിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ രാജ്യത്തിന് മഹാഭീഷണിയാണ്. യോജിപ്പുള്ള ദൈവിക ഗുണമേന്മയുള്ള യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് പിശാചിന് ഭീകര ഭീഷണിയാണ്. അതുകൊണ്ടാണ് അവൻ കുടുംബങ്ങളിൽ നുഴഞ്ഞു കയറി ആ കുടുംബജീവിതത്തെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നത്.